ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു അടിപൊളി സ്വീറ്റ്സിങ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടില്ല അല്ലേ? ബോണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ബോണ്ടി. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ഇതാ ഞാൻ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ച തേങ്ങയാണ് കേട്ടോ എടുത്തത്. ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണങ്ങിയതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കറുമ്പലൊക്കെ ഒന്ന് കളയണം. പുറത്തത്തെ തൊലി ഇതില്ലേ, അതൊക്കെ ഒന്ന് കളയണം. ഞാനിത് പച്ചത്തേങ്ങയാണ് എന്നിട്ടാണ് കളയാതിരുന്നത്. പിന്നെ എനിക്ക് മടിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളയാതിരുന്നത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം ഒരുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ ഇതേ പാകത്തിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരക്കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതേ പരുവത്തിൽ ആക്കിയെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ബോണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയും ഒരു ബോളിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ട്. അങ്ങനെ അത് മെൽറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് തേങ്ങേൻ്റെ കൂട്ട് നമുക്ക് ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ബോണ്ടീൻ്റെ ഷേപ്പിൽ ഇതുപോലൊന്ന് കൈവച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇന്നലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് വീഡിയോൻ്റെ ഇടയിൽ, നിങ്ങൾ കടയിലല്ലാണ്ട് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അവർ കുറേ വീഡിയോ തപ്പിപ്പിടിച്ചു, പക്ഷേ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ സ്നാക്സ് കൊണ്ടുപോകുന്നൊരു ഏർപ്പാടുണ്ട്. അതിപ്പോൾ ഹജ്ജിന് പോകുന്നതായിക്കോട്ടെ, ഉംറക്ക് പോകുന്നതായിക്കോട്ടെ, കല്യാണം, വീട്ടിൽ കൂടൽ, എന്ത് പരിപാടി എന്നില്ല, അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഞങ്ങൾ സ്നാക്സ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ തരുന്നതാണ് നമ്മളടുത്ത് സ്നാക്സിന്. പിന്നെ ഇപ്പം കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ പിടിച്ചത് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ ഓരോരോ ഗ്രൂപ്പിലേക്കും അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ടെല്ലാമാണ് നമുക്ക് ഫസ്റ്റ് എല്ലാം ഓർഡർ കിട്ടിയിട്ടുണ്ടായത്. ഇപ്പം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നെല്ലാമാണ് കൂടുതലും ഓർഡർ വരുന്നത്. യൂട്യൂബിൽ നിന്ന് ഓരോരുത്തരും കണ്ടിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയാണ് ഓർഡർ തരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മെൽറ്റാകാൻ വെച്ച ചോക്ലേറ്റിൽ വൈറ്റ് ചോക്ലേറ്റ് അതൊന്നും ആയിട്ടില്ല. ഇങ്ങനെ മുട്ട വറുത്ത പോലെ ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് ഗൈസ്. വീണ്ടും നോക്കറോ അതിൻ്റെ കോലം. ബട്ടർ അലിഞ്ഞു എന്നല്ലാണ്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ അത് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാനിതാ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിനെ ഇതുപോലൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സെറ്റായിട്ടൊന്ന് മെൽറ്റായി കെട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ തേങ്ങൻ്റെ ഇതില്ലേ, അത് ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കോരി മാറ്റാം. അങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല. കാരണം ആ ഫോൺ ഞാനല്ല ഉപയോഗിക്കുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിനൊക്കെ റീപ്ലൈ തരാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ജാഡിയാണെന്ന്. അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് ഞാനല്ല ആ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. ചോക്ലേറ്റ് ബോണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റിനെ കൊണ്ട് ബോണ്ടിയാക്കാം. അതിനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആദ്യം എടുത്തത് ഫുള്ള് ഫ്ലോപ്പായില്ലേ. രണ്ടാമത് ഞാൻ ആദ്യം വാങ്ങിക്കൊണ്ടുവന്നതാണ്. സാധനം വാങ്ങാൻ പോകാനുണ്ടായിന്. അപ്പോൾ ഞാൻ വീണ്ടും തോൽക്കാൻ തയ്യാറല്ല ഗൈസ്. ഞാൻ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിയിട്ടില്ല. അത് മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേത് കുറേ നാളായി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് മെൽറ്റാകാണ്ടുന്നത്. പിന്നെ ഞാനൊരു ഡെക്കറേഷനൊക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം കണ്ട അടിപൊളി. ഇതുവരെ ആരും കഴിച്ചിട്ടില്ലല്ലോ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബോണ്ടി. അങ്ങനത്തെ വൈറ്റിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റിന് മെൽറ്റ് ചെയ്തിട്ട് അതും ഇതുപോലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം എല്ലാം ഞാൻ എടുത്തിട്ട് ഇതുപോലൊന്ന്
പാത്രത്തിലേക്ക് നിരത്തി വെക്കുന്നുണ്ട്. നമുക്കൊന്ന് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാ എന്നൊരു ചോക്ലേറ്റിൻ്റെത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിക്കുമ്പോൾ വെറും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ബോണ്ടി എല്ലാവർക്കും ഇഷ്ടമായി. ഇല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെത് ഇഷ്ടമായവരുമുണ്ട്, സാധാ മറ്റേ ചോക്ലേറ്റിൻ്റെതും ഇഷ്ടമായവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയാണെന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എന്നെ ഒന്ന് കാണാൻ, എന്നോടൊന്ന് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നെയും എൻ്റെ വിഭവങ്ങളെയും നെഞ്ചിലേറ്റി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതിലേക്കും ബൈ.